ഈ നാടിന്റെ വിവരങ്ങൾ കൈമാറുന്നവരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ പലതും ഈ കാര്യങ്ങൾ മറച്ചുവെക്കാൻ എത്ര വലിയ തോതിലാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അതാണ് നമ്മുടെ നാടിന്റെ വികസന വിരുദ്ധതയുടെ യഥാർത്ഥ ചിത്രം. വികസന വിരുദ്ധർ. ഈ നാട് തകരണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിലപാടെടുക്കുന്നവർ അതിന്റെ ഭാഗമായി വസ്തുതകൾ മറച്ചുവെക്കുകയാണ്. രാഷ്ട്രീയമായി അകൽച്ചയുണ്ടാകാം, രാഷ്ട്രീയ വിരോധമുണ്ടാകാം. ആ രാഷ്ട്രീയ വിരോധത്തിന്റെ മേലെ നാടിനെ തകർക്കുന്ന നടപടികൾ സ്വീകരിക്കാമോ? നിർഭാഗ്യവശാൽ അതാണ് ഇവിടെ ഉണ്ടായത്. 50,000 കോടിയല്ല, 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ കേരളത്തിൽ കിഫ്ബി മുഖേന ഏറ്റെടുത്തത്. ഇന്നത് 90,000 കോടിയാണ്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാലോ. അതല്ലേ കേരളത്തിലെ അവസ്ഥ. അവിടെ റോഡ്, അവിടെ പാലം, അവിടെ മേൽപ്പാലം, അവിടെ ഫ്ലൈ ഓവർ, അവിടെ സ്കൂള് കെട്ടിടം, അവിടെ ആശുപത്രി വികസനം, മറ്റൊട്ടേറെ വികസന പദ്ധതികൾ. നാം ഏറ്റെടുക്കേണ്ടി വരുന്ന ബാധ്യത നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ